ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും ജോലി നോക്കുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അത് കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് മാത്രമല്ല, അതായത് പ്ലസ് ടു കൊമേഴ്സ് അല്ലെങ്കിൽ ബികോം കഴിഞ്ഞവർ മാത്രമല്ല, BBA ആണെങ്കിലും അല്ലെങ്കിൽ BA എക്കണോമിക്സ്, അതല്ലെങ്കിൽ മറ്റുള്ള BSc കോഴ്സുകൾ കഴിഞ്ഞവരും ഒക്കെ തന്നെ ജോലി നോക്കുന്ന ഒരു ഫീൽഡാണ് ഇന്ന് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അക്കൗണ്ടിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളും ഈ മേഖലയിലുണ്ട്. ഏത് സ്ഥാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട നല്ല കോഴ്സ് കൊടുക്കുന്നത്? ജോലി സാധ്യത ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഫീസ് എത്രത്തോളം വരുന്നുണ്ട്? പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഫീസ് വാങ്ങുന്നത്. അപ്പോൾ ഏതാണ് അമിത ഫീസായിട്ട് ഈടാക്കുന്നതുണ്ടോ, അതിനുള്ള ക്വാളിറ്റി ആ കോഴ്സിനുണ്ടോ എന്നുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു 50% പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളൊരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലളിതമായൊരു രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ടിങ് ജോലി കിട്ടാൻ അതിൽ ഇന്ന കോഴ്സ് പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ കണ്ടൻറ്റാണ്. ആ കോഴ്സിൻ്റെ പേരുകൾ പല രീതിയിലാണ്. അതായത് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പല പേരിലും പല കോഴ്സുകൾ പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ നിങ്ങളോട് അവർ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്, ഈ കോഴ്സിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ബ്രോഷർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഞാൻ പറയുന്ന കുറച്ച് കണ്ടൻറ്റുകൾ അതിലുണ്ടോ എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ബേസിക്കിൻ്റെ ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ടോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് മനസ്സിലാവുക? അതിലാണ് നമ്മുടെ ടാലി ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ടാലി ERP9 ആ കോഴ്സുമിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ടാലി ഒരു ബേസിക് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, ഒരു കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും ചെറിയ ഒരു വണ്ടി എടുത്തിട്ടാണ് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഒരു കാർ ഡ്രൈവിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് പിന്നെ ഏത് കാറ് വേണമെങ്കിലും, വലിയ കാറുകൾ വേണമെങ്കിൽ അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ടാലി പഠിച്ചാൽ മതിയാവുന്നുള്ളത്. ടാലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന കമ്പനിയിൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും മറ്റുള്ള വിദേശത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും, നിങ്ങൾ പോകുന്ന ഓരോ കമ്പനികളിലും വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അവർ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അവരുടെ കമ്പനിക്കായിട്ട് അവരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നു. അതിനാണ് ഞാൻ നിങ്ങളോട് ടാലി സജസ്റ്റ് ചെയ്യുന്നത്. ടാലി നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കും നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് പറയുന്നു ടാലി പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം, ഓക്കെ, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നിങ്ങൾക്ക് അറിയാമെന്നവർക്ക് മനസ്സിലാവുന്നു. ദെൻ അവർ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ അവിടുന്ന് ചെറിയ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിച്ചെടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടാലി ERP9 പഠിക്കേണ്ടതുണ്ട്. അതിൽ ടാലി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോയും ഒക്കെ അതിൽ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ, അപ്പോൾ ടാലി ആണ് ഏറ്റവും മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇന്ത്യയിൽ പോപ്പുലറായിട്ട് വരുന്ന പ്രോഫിറ്റ് ബുക്സ്, ഈ പ്രോഫിറ്റ് ബുക്സ്, പിന്നെ GST ഇൻവോയ്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ, GST പേയ്മെൻറ്റ് ഗേറ്റ്വേ രജിസ്ട്രേഷനൊക്കെ അതിൽ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ലാത്ത സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ സോഹോ ബുക്സ് എന്ന് പറയുന്നത് പിന്നെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ BUSY എന്ന് പറയുന്ന ഇൻവെൻ്ററി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ MARG GST റിട്ടേൺ ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ടാലി ഉണ്ടെങ്കിൽ അത് മതിയാവും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതിയോ? ടാലി മാത്രം പഠിച്ചാൽ മതിയോ? പോരാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾക്ക് ടാലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ അല്ലെങ്കിൽ MS എക്സൽ, MS വേർഡ്, MS പവർ പോയിൻ്റ് വരുന്ന അതിൽ പ്രധാനമായിട്ടും എക്സലും വേർഡും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരോട് നിങ്ങൾ പറയാം, പിന്നെ MS എക്സലും MS വേർഡും ഈ പാക്കേജിൽ ഉണ്ടോ, അല്ലെങ്കിൽ അതുകൂടി പഠിക്കണം എന്നുള്ളത് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ അതാണ് എക്സലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ഫയലുകളും പല സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ടാക്കാനുണ്ടാകും. അപ്പോൾ അതിൽ വേർഡായിട്ടും അല്ലെങ്കിൽ എക്സലായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് GST. അത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്പെഷ്യലായിട്ട് അവരോട് പറഞ്ഞ് ചോദിക്കേണ്ടതാണ്. GSTയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം ഓരോ ബിസിനസ്സിലും GST റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ GSTയുടെ രജിസ്ട്രേഷനും അപ്പോൾ അതിൻ്റെ GST റിട്ടേൺ ഫയലിങ്ങും GSTയുടെ ഈ റിട്ടേൺ കാര്യങ്ങളൊക്കെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിൻ്റെ തിയറി മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കൽ കൂടി അത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ GST തിയറി പ്രാക്ടിക്കൽ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GST പ്രാക്ടീഷണർമാരുണ്ടാവും. അത് ചിലപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല, പുറത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ GST പ്രാക്ടീഷണർമാർ ഉണ്ടാവണം അല്ലെങ്കിൽ കണ്ടെത്തണം. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവരോട് പറഞ്ഞ് പിന്നെ അവരുടെ കൂടെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി നിങ്ങൾ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഈ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ് നിങ്ങളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടാലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറും അതിൻ്റെ കൂടെ MS എക്സലും MS വേർഡും ഉണ്ടാവണം. അതുപോലെ തന്നെ GST റിട്ടേൺ പിന്നെ അതിൻ്റെ ഫയലിംഗ് കാര്യങ്ങളും രജിസ്ട്രേഷൻ കാര്യങ്ങളും അതും ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും ഈ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയൊക്കെ കോഴ്സ് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിങ് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. ഇനി ഇതിൻ്റെ ഫീസ് പല സ്ഥലത്തും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങളിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ട്യൂഷൻ ഫീസ് എത്രയാണ്, എക്സാം ഫീ എത്രയാണെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഈ കോഴ്സിന് ചേരാൻ. എന്നിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളോട് ഒരു 20,000 അല്ലെങ്കിൽ 25,000 എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അവർ പറയും ഇതിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ ഒരു 20,000 25,000 അടക്കണം എന്ന് അവർ പറയും. അത് പക്ഷേ ഒരു പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വീണ്ടും നിങ്ങൾ അത്രയും ഫീസ് അടക്കേണ്ടി വരും. ഇത് ഞാൻ പല സ്റ്റുഡൻസും നമ്മളോട് പറഞ്ഞതിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു കോഴ്സിന് വരുന്ന സമയത്ത് ഇതിൻ്റെ എക്സാമിൻ്റെ ഫീ എത്ര വരും അല്ലെങ്കിൽ അതിൻ്റെ ട്യൂഷൻ ഫീ എത്ര വരും, ഫൈനലി ഞങ്ങൾ എത്ര ഇതിന് അടക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫീസ്, അധിക ഫീസ് നിങ്ങൾ കൊടുത്ത് ഇത് പഠിക്കേണ്ട കാര്യമില്ല. പല സ്ഥാപനങ്ങൾ ഒരു 3-4 സ്ഥാപനത്തിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കോഴ്സിന് ചേരാവൂ. അപ്പോൾ ഒരു ആവറേജ് ഫീസ് ഒരു ബിലോ 25,000 ഒക്കെ, മാക്സിമം ഒരു 25,000 ഒക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള പിന്നെ കാര്യങ്ങൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളിതിൻ്റെ ഫീസ് കണക്കാക്കാൻ പാടുള്ളൂ. ഒരു 10,000 മുതൽ അല്ലെങ്കിൽ ഒരു 8,000 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പല സ്ഥാപനങ്ങളിലും ഒരു 15,000 20,000 ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വിദേശത്തേക്കൊക്കെ നോക്കുമ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വിദേശത്തേക്കുള്ള വിസയും കാര്യങ്ങളും കൂടി നോക്കുക. പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, വിസിറ്റിങ്ങിനൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വിദേശത്തൊക്കെ ജോലി സാധ്യതകൾ നോക്കേണ്ടതും. ഇനി ഇന്ത്യയിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ് നിങ്ങൾ ജോലി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA കോഴ്സ് പഠിക്കണം. DCAയോ അല്ലെങ്കിൽ PGDCA. PGDCA ആകുമ്പോൾ 1 വർഷമാണ്. DCA ആകുമ്പോൾ 6 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. DCA എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും PGDCA എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമാണ്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MS വേർഡ് MS എക്സലും അതുപോലെ തന്നെ പവർ പോയിൻ്റൊക്കെയാണ് വരുന്നതെങ്കിലും PSC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകൾ വരും. ഇപ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഗ്രാമപഞ്ചായത്തിലോ ഒക്കെ വരുന്ന പിന്നെ ലോക്കൽ ബോഡികളിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഫീസുകളിൽ താൽക്കാലികമായിട്ടുള്ള സ്ഥിരമായിട്ടൊക്കെ വരുന്ന ഇതുപോലെ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളുണ്ടാവും. ഈ പോസ്റ്റുകൾക്ക് ഇവർ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് DCA അല്ലെങ്കിൽ PGDCA എന്ന് പറയുന്നത്. അപ്പം ഇതുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് PSC അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് ആദ്യം അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. PSC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്,
അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വരുന്ന അക്കൗണ്ടൻറ്റ് പോസ്റ്റുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാവുന്നതാണ്. അപ്പം ഏകദേശം ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പോൾ കൂടുതൽ ലെങ്ത്ത് വീഡിയോ പോകുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്സ് ഫീൽഡിലല്ലാത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സയൻസോ അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ നിന്നൊക്കെ വന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തിയറട്ടിക്കൽ നോളജ് കിട്ടേണ്ടി വരും. ബേസിക് ആയിട്ടുള്ള എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്, അതിൽ അക്കൗണ്ട്സ് എന്താണ്, ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടേണ്ടി വരും. അപ്പോൾ ഇത് കൊമേഴ്സുകാർക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലാത്തവർക്കോ ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് നോളജ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഈ കോഴ്സിന് ചേരുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇതിൻ്റെ തിയറട്ടിക്കൽ നോളജ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിൽ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് അത് പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെയുള്ളവർ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. ചെറിയ മെറ്റീരിയലും ചെറിയൊരു ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്നുള്ളതാണ്.